പി അൻവറുമായിട്ട് നമ്മൾ വിശദമായി സംസാരിച്ചു. അദ്ദേഹം കോൺഗ്രസുമായിട്ട് UDF-ഉമായിട്ടും സഹകരിച്ച് നിൽക്കും. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിൻ്റെ മോഡെന്താണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും UDF-ലും ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം ഞങ്ങളുമായിട്ട് അത് ആശയവിനിമയം നടത്തിയിരുന്നു. ഏത് മോഡലാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും. കോൺഗ്രസുമായിട്ട് UDF-ഉമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിന് അദ്ദേഹം വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ UDF-ലും വെച്ച് ഒരു തീരുമാനമെടുത്ത് എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കും. അല്ല, അത് എത്രയും പെട്ടെന്ന് തന്നെ. അതങ്ങനെ അനാവശ്യമായിട്ട് ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലൊന്നും അല്ല. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണം. അദ്ദേഹം സഹകരിച്ച് നിൽക്കും, ഞങ്ങളുമായിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആ സഹകരണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം വാഗ്ദാനം ചെയ്ത സഹകരണം സ്വീകരിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിലായിരിക്കണം, അതിനൊരു അല്ല, അത് ഏത് തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയിലും, വീണ്ടും ആവർത്തിച്ച് പറയാം, പാർട്ടിയിലും മുന്നണിയിലും എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചു പെട്ടെന്ന് തന്നെ. അല്ലല്ല, അത് മുന്നണിയായിട്ട് ആലോചിക്കാതെ മുന്നണി പ്രവേശനത്തിന്റെ കാര്യം പറയാൻ പറ്റുമോ? ഞാൻ UDF ചെയർമാനാണ്, ശരിയാണ്. തീരുമാനം എടുത്തിട്ട് പ്രഖ്യാപിക്കേണ്ട ആളാണ്. തീരുമാനം എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തി തീരുമാനം എടുക്കേണ്ടത്. UDF ഘടകകക്ഷികളുടെ അത് ചെറുതും വലുതൊന്നുമല്ല, എല്ലാ ഘടകകക്ഷികളുടെ UDF ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒരു കക്ഷിയുടെയോ ഒരാളുടെയോ UDF പ്രവേശനത്തെ കുറിച്ച് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. എല്ലാ ഘടകകക്ഷികളുടെയും അഭിപ്രായം ഗൗരവത്തോടു കൂടി കേട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം പെട്ടെന്ന് എടുക്കും.